നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസ് നേതാവും എം പിയുമായ വ്യക്തിയുടെ BJP പ്രവേശനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും വാർത്തകളുമാണ് ഇന്നലെ മുതൽ ചർച്ചയാകുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എം പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂരാണ് BJPയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ശശി തരൂരോ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോ ഇനിയും തയ്യാറായിട്ടില്ല. BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ പൂർണ്ണ അറിവോടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ. തരൂരിൻ്റെ BJPയിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം ചേർന്നു. ഈ യോഗത്തിൻ്റെ അജണ്ട എന്താണെന്ന് ആരാഞ്ഞ് ഡൽഹിയിലെ MPയുടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫോൺ കോളുകൾ എത്തിയിരുന്നു. എന്നാൽ യോഗത്തിലെ അജണ്ട സംബന്ധിച്ച വിവരങ്ങൾ MP ഓഫീസിന് ലഭിച്ചില്ല. കേന്ദ്ര നേതൃത്വവുമായി ശശി തരൂർ ഭിന്നതയിലാണ് എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിനുള്ള ബന്ധം കാലങ്ങളായി മോശം അവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിൻമെൻറ്റിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായില്ല. ഇത് തരൂരിനെ മാനസികമായി പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നാണ് സൂചന. ഡൽഹിയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം MPമാരുടെ സത്യപ്രതിജ്ഞാ വേളയിൽ തരൂർ വിദേശയാത്രയ്ക്ക് പോയതും രാഹുലിനെ ചൊടിപ്പിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തരൂരിൻ്റെ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി എത്താത്തതും ശ്രദ്ധേയമായി. സംസ്ഥാന നേതൃത്വവുമായും അത്ര നല്ല ബന്ധമല്ല ശശി തരൂരിന് ഉള്ളത്. രാഷ്ട്രീയ പ്രവേശനം മുതൽ അത് തുടരുകയാണ്. KPCC പ്രസിഡന്റുമായി പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല തരൂരിന്. എന്നാൽ പറയത്തക്ക അടുപ്പവും ഇരുവരും തമ്മിലില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് തരൂരിൻ്റെ അവസ്ഥ. ദേശീയ തലത്തിൽ പാർട്ടി ശക്തി പ്രാപിക്കുന്ന വേളയിൽ ശശി തരൂരിനെ പോലെ ജനസ്വാധീനമുള്ള ഒരു നേതാവ് പാർട്ടി വിടുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് അത്ര ശുഭകരമല്ല. കേരളത്തിൽ 1.5 വർഷത്തിനിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തരൂരിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകുമെന്ന് BJP കണക്കുകൂട്ടുന്നുണ്ട്. കേരളത്തിൽ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് BJPക്ക് വലിയ ആത്മവിശ്വാസവും നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തരൂരിൻ്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. അവിടേക്ക് തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടി എത്തിയാൽ അത് തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ വിജയമാകുമെന്ന് BJP കരുതുന്നുണ്ട്. അതേസമയം BJPയിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹം ശക്തമായി നിലനിർത്തി പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് തരൂർ ശ്രമിക്കുന്നത് എന്നും ഒരു വിഭാഗം നേതാക്കൾ കണക്കുകൂട്ടുന്നു. ഇതാദ്യമായിട്ടല്ല തരൂരിൻ്റെ BJP പ്രവേശനം ചർച്ചയാകുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ശശി തരൂരുമായി ബന്ധപ്പെട്ട് BJP പ്രവേശന വാർത്തകൾ പ്രചരിക്കുന്നത് ആദ്യമായിട്ടല്ല. അന്നൊക്കെ അദ്ദേഹം അത് തള്ളുകയും ചെയ്തിരുന്നു. അതേസമയം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് BJPയിൽ ചേരുന്നതായ റിപ്പോർട്ട് കോൺഗ്രസ് തള്ളിയിരുന്നു. MP-ആയ നേതാവ് BJPയെ സമീപിച്ചു എന്നാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത്. BJP ഉന്നത നേതൃത്വവുമായി നേതാവ് ചർച്ച നടത്തി എന്ന വിധത്തിലാണ് പത്രത്തിൻ്റെ റിപ്പോർട്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഈ നേതാവിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന വിധത്തിലാണ് വാർത്തയിൽ വ്യക്തമാക്കുന്നത്. അതേസമയം നേതാവിൻ്റെ പേര് പറയാതെ സ്ഥിരീകരണമില്ലാത്ത വാർത്തയാണ് പത്രം നൽകിയിരിക്കുന്നത്. വാർത്ത ശുദ്ധ അസംബന്ധമാണെന്ന് കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് MP ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പോടെ പ്രസക്തി നഷ്ടപ്പെട്ട BJP നിലവിൽ മുങ്ങുന്ന കപ്പലാണ്. അത്തരമൊരിടത്തേക്ക് വിശേഷിച്ചും കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് MPയും പോകില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടക്കം നിരവധി MLAമാരും മുതിർന്ന നേതാക്കളുമാണ് BJP വിട്ട് നിലവിൽ കോൺഗ്രസിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ BJP രഹസ്യധാരണ പുറത്തായ ഈ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വളർത്തുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നവരുടെ ലക്ഷ്യം. കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. കോൺഗ്രസ് പാർട്ടിയുടെ ലോക്സഭയിലെ ചീഫ് വിപ്പ് എന്ന നിലയിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം വാർത്തകളെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് എന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരുന്നു.